അശ്വിൻ പാലാഴിയിലേക്ക് ഒരിക്കൽ കൂടി. അശ്വിൻ, വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട്. 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഇന്നത്തെ പരിശോധന. ഒരുപക്ഷെ അടുത്ത ദിവസവും ഈ പരിശോധന തുടരാൻ സാധ്യതയുണ്ട് അല്ലേ? അനുജ, നിലവിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 1 മണിക്കൂർ പിന്നിട്ടിട്ടും ഒരു അപ്ഡേഷനിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. രേഖകളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ഈ അന്വേഷണ സംഘത്തിലെ DYSP സുരേഷ് ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിലവിൽ ഈ വീട്ടിലേക്ക് എത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ബാങ്ക് അക്കൗണ്ട് രേഖകൾ, അതിനപ്പുറത്തേക്ക് ഈ മറ്റ് കാര്യങ്ങൾ, ഈ വസ്തുക്കളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ നടത്തിയ പരിശോധനയിൽ ഇതിനു മുമ്പ് അറസ്റ്റിലായ ദേവസ്വം ബോർഡ് അംഗം പത്മകുമാർ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ അടക്കം തന്ത്രിക്ക് ഇതിൽ ബന്ധമുണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ട വിവരങ്ങളടക്കം നൽകിയിരുന്നു അന്വേഷണ സംഘത്തിന് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അദ്ദേഹത്തെ 2 തവണ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതും പിന്നീട് അറസ്റ്റിലേക്ക് കടന്നതുമൊക്കെ എന്നുള്ളതാണ് ഈ ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും പരിശോധന ഇപ്പോഴും നീണ്ടു പോവുകയാണ് മുന്നോട്ട്. അതേസമയം തന്നെ പുറത്തു നിന്ന് ഒരാളെ പോലും അകത്തേക്ക് കയറ്റി വിടുന്നില്ല. കർശന സുരക്ഷയിൽ തന്നെയാണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നതും. ഏതെങ്കിലും തരത്തിൽ ഈ കേസിനെ സാധൂകരിക്കുന്ന, കേസിന് മുന്നോട്ട് പോകാൻ ഉതകുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് കണ്ടെത്താനാകുമോ എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പ്രാഥമികമായി അന്വേഷണ സംഘം, ഈ SIT പരിശോധിക്കുന്നത്. അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഈ കേസിൻ്റെ മുന്നോട്ട് പോക്കിൽ തന്ത്രിക്കത് കൂടുതൽ കുരുക്കാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ആ പരിശോധന തുടരുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഒരുപക്ഷെ ഈ ആദ്യ ദിവസത്തെ പരിശോധന പൂർത്തിയാക്കി SIT സംഘം ഇവിടെ നിന്ന് മടങ്ങിയേക്കാം. അതല്ലെങ്കിൽ തുടർ പരിശോധനയുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലും പ്രത്യേക അന്വേഷണ സംഘം ചെങ്ങന്നൂരിലെ ഈ വീട്ടിലേക്ക് എത്തിയേക്കാം എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അനുജ, വസതിയിൽ SITയുടെ പരിശോധന 1 മണിക്കൂറിലേറെയായി അത് തുടരുകയാണ്. പരിശോധന നീളാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അടുത്ത ദിവസത്തേക്ക് കൂടി പരിശോധന നീളാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് അശ്വിൻ പാലാഴി നൽകിയ വിവരം. വിശദമായ പരിശോധനകൾ അത് നടത്തേണ്ടതുണ്ട്. ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രി നടത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ബാങ്ക് രേഖകളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ SITക്ക് ലഭിക്കേണ്ടതുണ്ട്. ഒപ്പം മറ്റു ചില കാര്യങ്ങളിൽ കൂടി വ്യക്തത വരുത്താൻ ഉണ്ട് SITക്ക്. ആ തരത്തിലുള്ള പരിശോധനകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വസതിയിലേക്ക് മറ്റുള്ള പുറത്തുനിന്നുള്ള ഒരാളെ പോലും അങ്ങോട്ടേക്ക് കടത്തിവിടുന്നുമില്ല. അശ്വിൻ തുടരുന്നുണ്ട്. അശ്വിൻ, ഇന്നിപ്പോൾ നേരത്തെ അശ്വിൻ പറഞ്ഞു വന്നത് BJPയുടെ ഭാഗത്തുനിന്ന് ഇതിനോടകം തന്നെ വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർന്നിട്ടുണ്ട്. ഇന്നലെയും നമ്മൾ കേട്ടതാണ്. ആദ്യം വന്ന ഒരു പ്രതികരണം അത് കുമ്മനം രാജശേഖരന്റെ ഭാഗത്തു നിന്നായിരുന്നു. വലിയ വേദനയുണ്ട്, ഞെട്ടലുണ്ടാക്കി എന്നൊക്കെ പറയുന്നു. പിന്നീട് BJPയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ വരുമ്പോൾ സംശയമുണ്ട് എന്നാണ് പറയുന്നത്. തന്ത്രിയുടെ അറസ്റ്റിൽ എന്തിനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്തുണയുമായി പ്രാദേശിക നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ചയാണോ രാവിലെ നമ്മൾ കണ്ടത്? അനുജ, അത് തുറന്ന ഒരു പിന്തുണ എന്ന് പറയാനാവില്ല. വ്യക്തിപരമായ സന്ദർശനം എന്നുള്ളതായിരുന്നു BJP സൗത്ത് ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വാചസ്പതിയുടെ പ്രതികരണം. പക്ഷേ ഈ സാഹചര്യത്തിൽ വ്യക്തിപരമായ സന്ദർശനം അപ്പുറത്തേക്ക് രാഷ്ട്രീയമായൊരു സന്ദേശം നൽകുന്ന സന്ദർശനം കൂടിയാണ് ഇന്ന് BJP നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ BJP നേതാക്കളുടെ പ്രതികരണം ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാന അറസ്റ്റുകൾ ഉണ്ടാകുന്നില്ല, SITക്ക് അതിൽ വീഴ്ച പറ്റി എന്നുള്ളതായിരുന്നു. പക്ഷേ ഏറ്റവും നിർണായകമായ അറസ്റ്റ് ഇന്നലെ ഉണ്ടായതിനു ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട കൃത്യമായൊരു നിലപാട് പറയാൻ BJP നേതാക്കൾക്കാവുന്നില്ല. കാരണം ഇതിൽ SIT ഈ തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ, കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തണമെങ്കിൽ അതിന് ഉതകുന്ന കൃത്യമായ തെളിവുകൾ ലഭിച്ചതിന് ശേഷമായിരിക്കാം അത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിട്ടുണ്ടാവുക. അതിനുമപ്പുറത്തേക്ക് വ്യക്തമായ നിയമോപദേശം ഇന്നലെ തേടിയിരുന്നു. അതിൻ്റെ പിൻബലത്തോടു കൂടിയാണ് ഈ അറസ്റ്റ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ആ സാഹചര്യത്തിൽ നിർണായക അറസ്റ്റ് അത് തന്ത്രിയുടേതായി മാറുമ്പോൾ BJP നേതാക്കൾ ഇതുവരെ നടത്തിയ പ്രസ്താവനകൾ, അവരുടെ നിലപാടുകളൊക്കെ തിരുത്തേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ തന്ത്രി കുടുംബത്തെ തള്ളിപ്പറയാനോ അതേസമയം ഈ അറസ്റ്റിനെ തള്ളിപ്പറയാനോ ഒന്നും കഴിയാത്തൊരു സാഹചര്യം കൂടി നിലവിൽ BJPക്കുണ്ട്. ആ സാഹചര്യത്തിൽ തന്ത്രി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മന്ത്രിമാരെ രക്ഷിക്കാനാണോ എന്നൊരു സംശയമാണ് BJP നേതാക്കൾ ഇപ്പോൾ പ്രധാനമായും ഒരു ആരോപണമായി ഉന്നയിക്കുന്നത്. അതായത് ഈ കേസിൽ 3 മന്ത്രിമാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ആരോപണമുണ്ട്. ആ മന്ത്രിമാരെ ഇപ്പോഴും പുറത്ത് നിർത്തിയിരിക്കുകയാണ്. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് ചില VIP പേരുകൾ കൂടി എടുത്തു പറഞ്ഞ് എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യാതെ തന്ത്രിയുടെ അറസ്റ്റിലേക്ക് ഇത്ര വേഗത്തിൽ ഈ SIT എത്തി എന്നുള്ള ഒരു ചോദ്യം അവർ പ്രതിരോധമെന്നോണം BJP നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം അപ്പുറത്തേക്ക് ഈ അറസ്റ്റിനെ പൂർണ്ണമായി അവർ തള്ളിപ്പറയുന്നില്ല. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു മറുപടിയോടുകൂടിയാണ് സന്ദീപ് വാചസ്പതി ആ പ്രതികരണം അവസാനിപ്പിച്ചത്. എന്തായാലും BJPയെ സംബന്ധിച്ച് നിലവിൽ ഈ കേസ് എത്തി നിൽക്കുന്ന ഈ അറസ്റ്റൊക്കെ അവരുടെ മുൻ നിലപാടുകളെ സംബന്ധിച്ച് പ്രതിരോധത്തിലാക്കുന്നതാണ്. പക്ഷേ കൂടുതൽ കേസുമായി ബന്ധപ്പെട്ട് നിരവധി അറസ്റ്റുകൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അവിടേക്കൊന്നും BJP നേതാക്കൾ എത്തിയിരുന്നില്ല. ഈ തന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടായപ്പോഴാണ് ഈ വീട്ടിലെത്തിയുള്ളൊരു പിന്തുണ അറിയിക്കൽ എന്നുള്ള ഒരു നിലയിലുള്ള സന്ദർശനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയമായുള്ള ഒരു മുന്നേറ്റം കൂടി അല്ലെങ്കിൽ
അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഇടപെടൽ കൂടി അത് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൽ തുടർ നിലപാടുകൾ എങ്ങനെ, അത് BJPയുടേത് മാത്രമല്ല ഇതര സംഘടനകളുടേത് എങ്ങനെ എന്നുള്ളതും വ്യക്തമാണ്. അല്പസമയം മുമ്പ് അയ്യപ്പ സേവാ സംഘത്തിന്റെ ഭാരവാഹികൾ വീട്ടിലെത്തി കുടുംബത്തെ കണ്ട് പിന്തുണ അറിയിച്ചിരുന്നു. തന്ത്രിയുടെ അറസ്റ്റ് അത് ഇപ്പോൾ വേണ്ടിയിരുന്നില്ല, കൂടുതൽ അന്വേഷിച്ച ശേഷം വ്യക്തമാക്കിയതിനു ശേഷം മാത്രമായിരുന്നു വേണ്ടത്. അന്വേഷണ സംഘത്തിന് അതിൽ അമിത വേഗം ഉണ്ടായി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ധൃതി ഉണ്ടായി എന്നുള്ളതാണ് അയ്യപ്പ സേവാ സംഘം അടക്കം ആരോപിക്കുന്നത്. അങ്ങനെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് അറസ്റ്റിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുമ്പോഴും പൂർണ്ണമായി ഇതിനെ തള്ളി പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധത്തിലേക്ക് പോകാൻ ആരും തയ്യാറാകുന്നില്ല. കാരണം SIT ഇന്നലെ നൽകിയിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ അത്ര ഗുരുതരമായ പരാമർശങ്ങൾ, കണ്ടെത്തലുകളൊക്കെ ഉള്ള സാഹചര്യത്തിൽ അതിനെ പൂർണ്ണമായും തള്ളി പറഞ്ഞുകൊണ്ടൊരു രാഷ്ട്രീയ പിന്തുണ പ്രഖ്യാപിക്കൽ ആർക്കും സാധ്യമാകുന്ന കാര്യം കൂടിയല്ല. എന്തായാലും ആ പരിശോധന അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരും. എന്തെങ്കിലും ഇവിടെ നിന്ന് കണ്ടെത്താനായോ അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരും. ഇപ്പോൾ 1 മണിക്കൂർ പിന്നിട്ട് 1.5 മണിക്കൂറിലേക്ക് പരിശോധന 1.5 മണിക്കൂറിലേക്ക് ആവുകയാണ്. തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വസതിയിലെ SIT പരിശോധന. ആ പരിശോധന നീളും എന്ന വിവരമാണ് അശ്വിൻ പാലാഴി ചെങ്ങന്നൂരിൽ നിന്ന് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.